നമുക്ക് നിരീക്ഷിക്കുക. ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് അല്പസമയം തിരുവചന ശ്രവിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. കർത്താവിനെ നമ്മൾ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി. തുടർന്ന് നമ്മൾ വ്യക്തിപരമായിട്ട് കർത്താവിനെ സ്തുതിച്ചു. ഒത്തിരി സ്വർഗം സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് ഈ വ്യക്തിപരമായിട്ട് കർത്താവിനെ സ്തുതിക്കുന്ന നിമിഷങ്ങൾ. സമൂഹമായിട്ട് സ്തുതിക്കുന്നത് പോലെയല്ല, ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് സ്വർഗം ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, സ്വർഗം ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 2 ആഴ്ചക്ക് മുമ്പാണ് കർത്താവ് ആഹ്വാനിക്കുന്നത് അല്ലെ? നമ്മൾ 2 ആഴ്ചയായുള്ള അങ്ങനെ തുടങ്ങി. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആരാധന കർത്താവ് പറഞ്ഞേ വ്യക്തിപരമായിട്ട് മക്കൾ എന്നെ സ്തുതിക്കണം. സമൂഹമായിട്ട് സ്തുതിക്കണം നല്ലത് തന്നെ, ഒപ്പം തന്നെ വ്യക്തിപരമായിട്ട് മക്കൾ എന്നെ സ്തുതിക്കണം. എന്തിനാണത്? വ്യക്തിപരമായിട്ട് സ്തുതിക്കുന്നതിന്റെ ആവശ്യമില്ല. നമ്മുടെ ദൈവം പേഴ്സണൽ ഗാഡ്. എന്റെ ദൈവം ആ ഒരു ബന്ധം നമ്മൾ ഊട്ടിയുറപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ അപ്പനോട് നന്ദി പറയുകയാണ്. സമൂഹമായിട്ട് നന്ദി പറയുന്ന പോലെയല്ല, ഞാൻ വ്യക്തിപരമായി എൻ്റെ അപ്പനോട് നന്ദി പറയുകയാണ്. ഒത്തിരി കേൾക്കാൻ അപ്പൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് 2 ആഴ്ച മുമ്പ് അങ്ങനെ ഒരു ബോധ്യം തന്നത്. കർത്താവ് ഒത്തിരി സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ്. ഹല്ലേലൂയ. അല്പസമയം കർത്താവിന്റെ വചനത്തിൽ നിന്ന് ശ്രവിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. അമ്മ മാതാവ്, പരിശുദ്ധ അമ്മ മാതാവ്, നമുക്കറിയാം വചനത്തെ അവൾ ഹൃദയത്തിലേക്കാണ് ആദ്യം ഏറ്റെടുത്തത്. വചനം ഹൃദയത്തിലേക്കാണ് ഏറ്റെടുത്തത്. വിശ്വസിച്ചു. ദൈവത്തിന്റെ വചനത്തിൽ അവൾ വിശ്വസിച്ചു. ആ വചനത്തിൽ അവളെ തന്നെ അവൾ സമർപ്പിച്ചു. അപ്പോ വചനം മാംസമായി അവളുടെ ഉദരത്തിൽ മിശിഹ ആയി രൂപാന്തരപ്പെടുകയാണ്. അത് രൂപപ്പെടുകയാണ്. വചനം മാംസം ധരിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. വചനം ശ്രവിക്കുമ്പോൾ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് അതാണ്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി പ്രാർത്ഥനയോടെ ശ്രമിക്കേണ്ടതാണ്. ഈ വചന ശുശ്രൂഷയിൽ ഒത്തിരി സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ മാറോട് ചേർത്ത് വയ്ക്കാം, പ്രാർത്ഥിക്കാം. വചനം തന്നെയായ നല്ല ഈശോയെ, ഈ സമയത്ത് കർത്താവെ ഞങ്ങളെ പൂർണ്ണമായിട്ട് ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. മാറ്റമില്ലാത്ത ഞങ്ങളുടെ തിരുവചനം ശ്രവിക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുകയാണ്, കേൾക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുകയാണ്. തമ്പുരാനെ, ഘോഷിക്കുന്ന അടിയനെയും കേൾക്കുന്ന മക്കളെയും ഒരിക്കൽ കൂടി ആത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്യണമെന്ന് നിറക്കണമേ. പരിശുദ്ധാമ്മയിലേക്ക് വചനം മാംസം എടുത്തതുപോലെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ മാംസം ധരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവർത്തനം ഇപ്പോൾ തന്നെ നടക്കുവാൻ അവിടുന്ന് കൽപ്പിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം യഥാർത്ഥത്തിൽ നോക്കുന്നത് ദൈവ ഭക്തരെയാണോ അതോ ദൈവത്തിന്റെ ശിക്ഷരെയാണോ? ദൈവഭക്തരും ശിഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദൈവഭക്തരും ശിഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ഇന്ന് ഇതാ ചിന്തിക്കുക. പെട്ടെന്ന് ഇങ്ങനെ ഒരു ചിന്ത. ഇന്ന് രാവിലെ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ കുർബാനയില്
പെട്ടെന്ന് ഇത് ഈശോയെ, ഇന്ന് എന്താണ് മക്കൾക്ക് വചനത്തിലൂടെ കൊടുക്കേണ്ടത്? പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒരു ചോദ്യം ആത്മാവ് ചോദിക്കുകയാണ്. ദൈവം നോക്കുന്നത് ദൈവഭക്തരെയാണോ അത് തന്റെ ശിഷ്യരെയാണോ? ഒരു ചോദ്യമാണ്. ഞാനൊന്ന് കൺഫ്യൂഷൻ അടിച്ചു. ദൈവഭക്തരായതുകൊണ്ടാണല്ലോ വിലയിരുത്തിക്കാനായിട്ട് എല്ലാവരും അതെ ദേവാലയത്തിലെ ഈ കൊച്ചുകുടുംബക്കാലത്ത് തിരിച്ചു പോണത്. പിന്നെ അവിടെ എന്തൊരു പ്രശ്നം? ദൈവഭക്തി ഈ ശിഷ്യ സമൂഹത്തിൽ നിന്ന് എങ്ങനെ ഇത് തമ്മിൽ നമുക്കൊന്ന് അന്തരം ചെയ്യാനായിട്ട് പറ്റും? ഈശോ അപ്പൊ ഞാൻ പെട്ടെന്ന് ഈശോ തന്നു. അപ്പൊ തന്നെ ഉള്ളിലേക്ക് ഇപ്പൊ തന്നെ ഈശോ ഒരു വചനം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാമത്തെ തിരുവചനമാണ്. യോഹന്നാൻ 8:31 വചനം കൂടി തന്നുകൊണ്ടാണ് ഈശോ ഈ ഒരു ചിന്ത മനസ്സിലേക്ക് ഇട്ടു തരിക. തന്നിൽ വിശ്വസിച്ച വായിച്ചേ, സ്ക്രീനിൽ നോക്കി വായിച്ചേ. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ക്രിസ്തു ശിഷ്യന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ക്രിസ്തു ശിഷ്യന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭക്തി മാത്രമല്ല, പിന്നെയോ യഥാർത്ഥ ശിഷ്യൻ ഭക്തികൃത്യങ്ങളിൽ മാത്രമല്ല, അവൻ വചനത്തിൽ ജീവിക്കുന്നവനായിരിക്കും, വചനത്തിൽ ഉറച്ചു നിൽക്കുന്നവനായിരിക്കും, വചനത്തിൽ തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവനായിരിക്കും. ഒരു ദൈവഭക്തന് ഒരുപക്ഷെ വചനാധിഷ്ഠിതമായ ഒരു ജീവിതം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഉണ്ടാകാം, ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധം. ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവൻ നേരത്തെ പള്ളിയിൽ ചെല്ലും, വേണമെങ്കിൽ 3-4 മെഴുതിരിയൊക്കെ കത്തിക്കും, മുട്ടുമേൽ നിന്ന് കൊന്തയൊക്കെ ചെല്ലും, എണ്ണ ഒഴിക്കും, വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരികത്തിക്കും, കുറെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി കൂട്ടും. അവൻ ഒരു ഭക്തനാണ്. ആ ഭക്തൻ ഒരുപക്ഷെ ഒരു വചനം പോലും അവന്റെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഇപ്പോ ഈ പറയുന്ന മേഖല. കാരണം എന്താ? കാരണം ഈശോ പറയുകയാണ്, യഥാർത്ഥത്തിൽ നിങ്ങൾ എന്റെ ശിഷ്യരാണെങ്കിൽ നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കും. ഇപ്പൊ വചനത്തിൽ നിലനിൽക്കുന്നവനാണ്. ഈ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിലനിൽക്കുക, സ്റ്റേണായിട്ട് നിൽക്കുക, നിലനിൽക്കുക, മാറ്റമില്ല, ചഞ്ചലിപ്പില്ല, അങ്ങനെ നിൽക്കുന്നവൻ. അവന്റെ ഉള്ളിൽ വചനം ഉള്ളത് കൊണ്ടാണ് അവൻ വീഴാതെ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് 32-ാമത്തെ വാക്യം എന്താ പറയുന്നത്? നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ. എന്താണ് സത്യം? എന്താണ് സത്യം?
പിന്നീട് പീലാത്തോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് യേശുവിനോട്, എന്താണ് സത്യം? ചോദിക്കുന്നില്ലേ? പീലാത്തോസിന്റെ അരമനയില് പീലാത്തോസ് ചോദിക്കുന്നില്ലേ? യേശുവോട് ചോദിക്കുക, എന്താണ് സത്യം? അപ്പൊ യേശു മറുപടി പറയുന്നത് യോഹന്നാൻ 17:17 യോഹന്നാൻ 17:17 യേശു അതിന് മറുപടി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അവിടുത്തെ വചനമാണ് സത്യം. ഇവിടെ നമ്മൾ എന്താ കണ്ടേ? നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ വചനമാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഞാനൊരു ഭക്തനാണോ ഒരു ശിഷ്യനാണോ എന്നറിയണമെങ്കിൽ ഒരു ടെസ്റ്റ് ഡോസ് തരാൻ പോവാം. ഇന്ന് സീറോ മലബാർ കുർബാന അർപ്പിച്ചവർ എത്ര പേരുണ്ട്? സീറോ മലബാർ കുർബാന അർപ്പിച്ചവര് നന്നായിട്ട് കൈവക്ക്. ചേച്ചി എന്തെങ്കിലും നോക്കുന്നത് കൈവക്കുക. എത്ര പേരെന്ന് പറയട്ടെ? ഇതുണ്ട്. ബിജു ഇല്ലേ? ബിജു ഉണ്ട്, നീനുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 പേരുന്ന് സീറോ മലബാർ കുർബാന കാത്തലിക് കുർബാന അർപ്പിച്ചവരാണ്. ഈ കൈവക്കലൊക്കെ യാക്കോബിസാട്ടോ. നിന്നോടാ പറയുന്നത്. ഈ കൈവൊക്കെ എല്ലാം യാക്കോബിസാണ്. നമുക്ക് അങ്ങനെ ഒരു എന്താണ് കോൺഗ്രിഗേഷൻ അങ്ങനെയൊന്നുമില്ല. എല്ലാം ഏത് ഡിനോമിനേഷൻ ആയാലും കുഴപ്പമില്ല. നമ്മൾ കർത്താവിനെയാണ് ആരാധിക്കുക. ഓക്കെ, 13 പേരിന്ന് ബലിയർപ്പിച്ചു. ഇന്ന് വിശുദ്ധ ബലിയില് വായിച്ച എവൻഗേലിയോൺ അത് ഏതായിരുന്നു? അത് എത്ര പേർക്ക് അറിയായിരുന്നു? എല്ലാവർക്കും അറിയായിരുന്നോ? സത്യമായിട്ട് അറിയാവുന്നവർ മാത്രം കൈവർത്തിക്കുക. അത് കൃത്യമായിട്ട് ഓർത്തിരുന്നവര്. മത്തായിന്ന് അറിയാമായിരുന്നു. വചനം അറിയായിരുന്നോ? വചനം അറിയായിരുന്നോ? ഏതാണ്? പറഞ്ഞു വന്നാൽ കിട്ടും അല്ലേ? പറഞ്ഞു വന്നാൽ കിട്ടും. അപ്പൊ ഏതാണ്ട് പകുതിയോളം 4-5 പേർക്ക് അറിയാമായിരുന്നു കൃത്യമായിട്ട്. അപ്പൊ മനസ്സിലായോ ഭക്തനും ശിഷ്യനും തമ്മിലുള്ള വ്യത്യാസം? ശിഷ്യനാണെങ്കിൽ എന്തുണ്ടാവും? വചനം. വചനം ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. നമ്മുടെ ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആരാധന എന്താണ്? വിശുദ്ധ ബലിയാണ്. വിശുദ്ധ ബലിയാണ് ഏറ്റവും വലിയ ആരാധന. വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ആരാധന. ആ ആരാധനയുടെ മധ്യത്തിൽ വായിക്കുന്ന വചനം, ആ വചനം പരിശുദ്ധ കുർബാന അർലിക്കായില് എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ വണങ്ങുന്നു, ആദരം കാണിക്കുന്നു, നമ്മൾ ഒത്തിരി ഭക്തികൃത്യങ്ങളോടെ അത് ചെയ്യുന്നു. അതേപോലെ തന്നെ അത് ഈക്വലാണ് പരിശുദ്ധ കുർബാനയുടെ മധ്യേ വായിക്കുന്ന വചനം. അതേ മൂല്യമാണ് അല്ലേ? തിരുവചനം എഴുന്നള്ളിച്ചുകൊണ്ടാണ് അച്ഛൻ ജനത്തിന്റെ മുമ്പിലേക്ക് വരുന്നത് അല്ലേ? വിശുദ്ധ ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ച് അല്ലേ? അങ്ങനെയല്ലേ? യാക്കോബ് സഭയിൽ അങ്ങനെയാണോ? യാക്കോബ് സഭയിൽ അങ്ങനെ തന്നെയാണ്. അതെന്താ? വചനമാകുന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതിന്റെ പ്രതീകമാണത്. ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയേറെ പ്രാധാന്യം വചനത്തിന് കൊടുക്കുന്നത്. എന്താണ്? ദൈവത്തിന്റെ ജീവൻ, ദൈവം തന്നെയാണ് വചനം. യോഹന്നാൻ 1:1 എന്താ? വചനം ആദിയിൽ ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ വചനത്തിന്
അത്രയേറെ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. വചനത്തിൽ വിശ്വസിച്ച് നമ്മുടെ കൂട്ടായ്മയില് ചെറുതും വലുതുമായിട്ടുള്ള 100 കണക്കിന് വിടുതലുകൾ, മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞ കേസുകൾ അല്ലേ, നമ്മുടെ വേളാങ്കണ്ണി യാത്രയിൽ എത്രയോ കേസുകൾ അല്ലേ. നമുക്ക് റിബിന്റെ കാര്യം തന്നെ അറിയാം. റിബിന്റെ അമ്മയെ വന്നിരിക്കുന്നുണ്ടോ? ദിവസം ഓർക്കുന്നുണ്ടോ? പോയി പ്രാർത്ഥിച്ചത് ഓർക്കുന്നുണ്ടോ? എവിടെയാ? ടീച്ചറുടെ വീട്ടില് പ്രാർത്ഥിച്ചില്ലേ? അപ്പോ ഇല്ലേ, അതുപോലെ മെഡിക്കൽ സയൻസ് അസാധ്യമെന്ന് പറഞ്ഞ 100 കണക്കിന് സംഭവങ്ങൾ പരിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ ഉണ്ടോ? വചനത്തിന്റെ ശക്തിയാൽ. നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴെങ്കിലും നമ്മൾ വചനം പറയാതെ പ്രാർത്ഥിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിടുതൽ, അത് പൈശാചിക ശക്തികളെ ആയിരുന്നാലും, അത്ഭുത രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നാലും, വിടുതലിന് വേണ്ടിയായിരുന്നാലും, ഏത് മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആധികാരികമായിട്ട് ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം ഇതാണ്: വചനം ജീവനുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ. വാക്കുകൾ അഥവാ വചനം ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളെ സ്വതന്ത്രരാക്കുന്നത് ഈ വചനമാണ്. ഈ വചനമാണ് സത്യവചനം ഇല്ലേ? ഇനി ഈ വചനം നമ്മൾ കണ്ട് സുഖപ്പെടുത്തുന്നു. വചനം നമ്മളെ സുഖപ്പെടുത്തുന്നു. സുഖം എന്ന് പറയുമ്പോൾ ഹീലിംഗ് അത് ശരീരത്തിൽ മാത്രമല്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ നമ്മൾ പറയുമ്പോ ഇന്ന രോഗമുണ്ട് പ്രാർത്ഥിക്കണം അല്ലേ, നമ്മളോട് പ്രാരംഭ പറയുമ്പോ ഒക്കെ രോഗമുണ്ട് പ്രാർത്ഥിക്കണം, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ സാധാരണ പ്രാർത്ഥിക്കുന്നത്, ആദ്യമേ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ആ വ്യക്തി രോഗം എന്താകട്ടെ, പ്രശ്നം എന്താകട്ടെ, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ആന്തരിക സൗഖ്യം കൊടുത്ത് ഈ മകനെ അനുഗ്രഹിക്കണമേ. ആദ്യമേ തന്നെ കിട്ടേണ്ടത് എന്താണ്? ഇന്നർ ഹീലിംഗ് വന്നു കഴിഞ്ഞാൽ അത് ആത്മാവിൽ നിന്ന് ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സ്വസ്ഥതയും സമാധാനവും സുഖവും ഒക്കെ കിട്ടുന്നില്ലേ? അതിന്റെ അവസാനമാണ് സൗഖ്യം വരുന്നത് അല്ലേ? വചനം നമ്മളെ സുഖപ്പെടുത്തുന്നു. അത് ശരീരത്തിന് മാത്രമല്ല, മനസ്സും ആത്മാവും സൗഖ്യത്തിലേക്ക് വരുന്നു. ആത്മാവിന് രോഗങ്ങളുണ്ട് അല്ലേ, മനസ്സിൽ രോഗങ്ങളുണ്ട്. അമ്മയുടെ ഉദരത്തിലാവുന്ന നിമിഷം മുതൽ നമുക്ക് തിക്താനുഭവങ്ങളും വേദനകളും ഒക്കെ അമ്മയിൽ നിന്ന് ഈ കുഞ്ഞിലേക്ക് കടന്നു വരും. സൗഖ്യം ആത്യന്തികമായ ഒരു വ്യക്തിക്ക് വേണ്ടത് ആത്മാവിൽ ആണ്, അവന്റെ ആത്മാവിൽ ആണ്. അതാ വചനം പറയും, കർത്താവേ, ഞാനും 16:12, കർത്താവേ മരുന്നോ ലേപന ഔഷധമോ അല്ല, അങ്ങയുടെ വചനമാണ് എല്ലാവരെയും സുഖപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവചനം. ഇത് സത്യവേദോസ്തവത്തിൽ കാണില്ല കേട്ടോ, ഇത് POC ബൈബിളിലുള്ളൂ. ജ്ഞാനത്തിന്റെ പുസ്തകം റെഫറൻസ് തപ്പിപ്പോയാൽ POC തപ്പണം, എന്നാലേ കിട്ടുന്നത്. കർത്താവ് വചനം വായിച്ച് നമ്മളെ സുഖപ്പെടുത്തുന്നു എന്ന് വീണ്ടും 107:20 സങ്കീർത്തനം 107:20. അവിടുന്ന് തന്റെ വചനം വായിച്ച് അവരെ സൗഖ്യപ്പെടുത്തി. അപ്പൊ വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സമം ദൈവത്തിന്റെ ശക്തി തന്നെയാണ്. നേരിട്ട് കർത്താവ് വന്ന് സൗഖ്യപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് വചനത്തിൽ വിശ്വസിച്ച് നമ്മൾ ആ വചനം ഒരു രോഗിയുടെ മേൽ അപ്ലൈ ചെയ്യുമ്പോൾ, വിശ്വാസത്തോടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിയതുപോലെ സൗഖ്യം
ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, മൂഢന്മാർ എന്ന് പറയും. ഇതൊക്കെ മൗഢ്യത്തരമാണ് അല്ലേ. അങ്ങനെയാണ്. പിന്നെ ആശുപത്രിയുടെ ആവശ്യമുണ്ടോ? ഡോക്ടേഴ്സിന്റെ ആവശ്യമുണ്ടോ? പ്രാർത്ഥിച്ചാൽ പോരെ, പ്രാർത്ഥിച്ചാൽ പോരെ. ഇപ്പോ നമുക്കറിയാം, നമ്മുടെ വിശുദ്ധാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രോഗാവസ്ഥയിലാണ്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ദാനിയേലച്ചനും വാളവനച്ചനും കൃപാസനം ജോസഫ് അച്ഛനും പിന്നെ ഈ അച്ഛന്മാരും കൂടി നമ്മുടെ പിന്നെ നായ്ക്കമ്പറമ്പനും പനിക്കനും ഒക്കെ കൂടി അങ്ങനെ ചെന്നിട്ട് ഒറ്റ പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേനും മാർപ്പാപ്പ എനിച്ച് പന്നിക്കുഞ്ഞു പോലെ ഓടിപ്പോകില്ല എന്നാ അവർ ചോദിക്കുന്നത്. ഇവിടെ ഇത് കർത്താവ് മാർപ്പാപ്പയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു സഹനമാണെങ്കിൽ ഇത് ഏത് അഭിഷിക്തെന്ന് പ്രാർത്ഥിച്ചാലും സുഖപ്പെടുവോ? അതല്ല, മാർപ്പാപ്പയെ തമ്പുരാൻ തന്റെ സന്നദ്ധിയിലേക്ക് ഈ ഒരു മേഖലയിലൂടെയാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ രോഗം സൗഖ്യപ്പെടുവോ? സൗഖ്യപ്പെടുവോ? പിന്നെ ഈ മൂഢന്മാര് പറഞ്ഞതിൽ എന്താ കാര്യമുള്ളത്? നമുക്ക് പ്രാർത്ഥിക്കാം. രോഗിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് ഒരു പുണ്യപ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അതിന്റെ പ്രതിഫലം നമുക്ക് ആദ്യം കിട്ടുന്നേ. ഒരു പുണ്യപ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോ അതിന്റെ ഫലം ആദ്യം നമുക്ക് കിട്ടുന്നേ. മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമ്മളോട് പ്രാർത്ഥന സഹായി ആവശ്യപ്പെട്ടിരിക്കുന്നവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ്, നന്മ പ്രവൃത്തിയാണ്. അതിന് ഫലമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ കർത്താവ് തന്റെ അഭീഷ്ടം അനുസരിച്ച് ചിലപ്പോ സൗഖ്യം കൊടുക്കാം, അല്ലേ? ചിലപ്പോ സൗഖ്യം കൊടുക്കാം. ചിലപ്പോ ഈ രോഗം മരണത്തിൽ അവസാനിക്കാം. ഇതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോ തമ്പുരാന്റെ വചനം സൗഖ്യപ്പെടുത്തുന്ന വചനമാണ്, അല്ലേ? നമ്മൾ കണ്ടു. ഇനി നമ്മളെ വിശുദ്ധീകരിക്കുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം. നമ്മളെ വിശുദ്ധീകരിക്കുന്ന വചനം അതോടെ എടുക്കുന്നത് യോഹന്നാൻ 15:3. യോഹന്നാൻ 15:3. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധി ഉള്ളവരായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് എന്താ പറയുക? നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഹല്ലേലൂയ. ദൈവത്തിൽ വസിക്കുവാൻ, ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ തമ്പുരാൻ ഇതാ തന്റെ വചനം അയച്ച് നമ്മളെ വിശുദ്ധീകരിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. വചനത്തിന്റെ രണ്ടാമത്തെ തലമാണ് വചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനിയോ ഇങ്ങനെ വചനത്തിൽ ഒത്തിരി അഭിഷേക ശക്തി ഉണ്ടല്ലേ? വചനത്തെ കുറിച്ച് ഒത്തിരി ഡെഫിനേഷൻസ് നമ്മൾ വിശുദ്ധീകരിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ, എബ്രായർ 4:12, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം സജീവമാണ്. എന്താ അതിന്റെ അർത്ഥം? സജീവം, മരിക്കാത്തത്, എപ്പോഴും ജീവിക്കുന്നത്, സജീവം. അപ്പൊ ദൈവത്തിന്റെ വചനം എപ്പോഴും ജീവനുള്ളതാണ്. ഹല്ലേലൂയ. പിന്നീട് പറയുന്നത് സജീവമാണ്, ഊർജ്ജസ്വലമാണ്. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം ഊർജ്ജസ്വലമാണ്. ഒന്നാമതായിട്ട് എന്നും ജീവിക്കുന്നതാണ്, ജീവനുള്ളതാണ്. രണ്ടാമത് ഊർജ്ജസ്വലം. എന്താ ഊർജ്ജസ്വലം എന്ന് പറഞ്ഞാൽ? ശക്തിദായകമാണ്. ശക്തി, പവർ, അല്ലേ? നമ്മുടെ വട്ടാരച്ചൻ പറഞ്ഞ പവർ, പവർ, പവറാണ്, പവറാണ്. എന്ത്? ദൈവത്തിന്റെ വചനം ശക്തിദായകമാണ്. അതാണ് പറയാ, എന്താണ്? ഊർജ്ജസ്വലമാണ്. പിന്നെന്താ പറയാ? ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. കണ്ടോ? മൂന്നാം തലം
മൂന്നാമത്തെ തലം മൂർച്ചയേറിയതാണ്. ആദ്യം സജീവമാണ്, ജീവനുള്ളതാണ്, ഒരിക്കലും മരിക്കാത്തതാണ്, ഊർജ്ജസ്വലമാണ്, ശക്തിദായകമാണ്. പിന്നെ ഇരുതലവാള് പോലെയാണ്, ഇരുതലവാള് പോലെ, ഇരുതലവാൾ, രണ്ട് വശവും ഷാർപ്പായിരിക്കും, നല്ല ഷാർപ്പായിരിക്കും. എങ്ങനെ വെട്ടിയാലും വീഴും, വീഴും, എങ്ങനെ വെട്ടിയാലും വീഴും. ഹല്ലേലൂയ. ഈ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. ഹല്ലേലൂയ. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. എല്ലാവരും വചനത്തിൽ നിലനിന്നിരുന്നോ? ഇല്ലേ? ഇല്ലേ? സംശയം, എപ്പോഴും സംശയം. ഒരാള് എന്തിനാ നിലനിന്നിരുന്നേ? ഒരാള് പിശാചിനൊന്നുമല്ല, ഒരാള് മണി 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 കുടിക്ക അവന്റെ കയ്യിലായിരുന്നു അവൻ പറയുന്നത്, ഇല്ലേ? പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു. പിന്നെ അവനെ കുറിച്ച് വേറെ കാര്യം പറയുന്നുണ്ട്, അവൻ കള്ളനുമായിരുന്നു. കാരണം എന്താ? ആരും അറിയാതെ അവൻ അതിൻ്റെ അകത്ത് ഇസുക്കിക്കൊണ്ടിരുന്നു, അല്ലേ? അവന്റെ പേരെന്താ? യൂദാസ്. സത്യത്തിൽ എനിക്ക് യൂദാസിന് ഇഷ്ടമാണ്. എന്ത് യൂദാസ് എന്ന് പറയുമ്പോ എല്ലാവർക്കും ഭയങ്കര കർത്താവിനെ ഒറ്റിക്കൊടുത്തവൻ. ഞാൻ എന്റെ കർത്താവ് ഇന്നേ വരെ ഒരുത്തന് യൂദാസിനെ കുറിച്ചൊരു പാട്ട് എഴുതിയിട്ടില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, യുവദാസിനെ കുറിച്ചൊരു പാട്ട് എഴുതിയാലോ. നമ്മുടെ ജോസഫ് സക്കേവസിനെ കുറിച്ച് പാട്ട് എഴുതിയിട്ടുണ്ടാവും, ഞാൻ കേട്ടില്ല. സമയം കിട്ടിയില്ല. ജോസഫ് ബ്രദർ അല്ലേ, സക്കേവസിനെ കുറിച്ചൊരു പാട്ട്, സക്കേവസിനെ കുറിച്ച് ഇങ്ങനെ ഇതിന് മുമ്പ് ഇങ്ങനെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടിട്ടുണ്ട്. പണ്ട് കോട്ടയം ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കേട്ടിട്ടുണ്ട്. യൂദാസിന്റെ പ്രശ്നം എന്തായിരുന്നു? ഈ 3-3.5 വർഷക്കാലം കർത്താവിന്റെ കൂടെ നടന്നിട്ട് ഒരൊറ്റ വചനം പോലും യൂദാസിന്റെ ഉള്ളിൽ. അവിടെയാണ് യൂദാസിന് പറ്റിയ ഒറ്റിക്കൊടുക്കാൻ, വഞ്ചിക്കാൻ യൂദാസിനെ പ്രേരിപ്പിച്ചത് പിശാചാണെന്ന് നമുക്കറിയാം. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരൊറ്റ വചനം പോലും ഉണ്ടായില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവന് തിരിച്ചു വരാൻ, പശ്ചാത്തപിക്കാൻ, മാനസാന്തരപ്പെടാൻ, അനുതപിക്കാൻ പറ്റിയില്ല. ഒരു കർത്താവ് പറഞ്ഞ ഒരു വചനം അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലേ, ഒരു വചനം, സ്നേഹത്തിന്റെ, കരുണയുടെ ഒരു വചനം യൂദാസിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, അവൻ ഈ ഒടുക്കത്തെ തൂങ്ങണായിരുന്നോ? വേറെ ഏതെങ്കിലും വിധത്തിൽ ചത്തേനെ? കിട്ടി തൂങ്ങി ചത്തു എന്നാ പറയാം. എന്നിട്ട് എന്താ പറയുക, മൊത്തം പൊളന്നു പോയി എന്നാ പറയാം. താഴേക്ക് കയറ് പൊട്ടി വീണ് എന്ത് വെച്ചി? ഉദരം പിളർന്നു. ഓ, എത്ര ദാരുണമായ അന്ത്യം! വല്ല ആവശ്യം ഉണ്ടായിരുന്നു? കണ്ടോ? കർത്താവ് തെരഞ്ഞെടുത്ത ശിഷ്യനാണ്. 12 പേരോട് കൂടെ എണ്ണപ്പെട്ട ശിഷ്യനാണ്, അല്ലേ? ബാക്കി 11 പേരോട് കൂടെ എണ്ണപ്പെട്ടവനാണ് യൂദാസ്, 12ാമത്തവൻ. പക്ഷേ വചനം അവനിൽ നിലനിൽക്കാത്തത് കൊണ്ട് ഞാൻ ഈശോയോട് ഒരു ചോദ്യം ചോദിച്ചു. ഈശോയെ, നീ എന്തുകൊണ്ടാ ഒരു വാണിംഗ് കൊടുക്കാതിരുന്നത്? പഴയ നിയമത്തിൽ ദൈവമേ, നീ വാണിംഗ് കൊടുക്കുന്നുണ്ട്. കായനോട് പറയുന്നുണ്ട്, കായേൻ, ഉചിതമായത് ചെയ്തില്ലെങ്കിൽ പാപം നിന്റെ പടിവാതിക്കൽ പതിയിരിപ്പുണ്ട്, ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇവിടെ യൂദാസിനോട് എന്താ പറയാതിരുന്നത്? എന്താ പറയായിരുന്നത്? സാക്ഷാൽ ദൈവപുത്രൻ
അല്ലേ? സാക്ഷാൽ ദൈവം മനുഷ്യനായി അവതരിച്ച് ആ മനുഷ്യനായ ദൈവം തന്റെ കൂടെ ചേർത്ത് പിടിച്ചു കൊണ്ടു നടന്ന് കുഞ്ഞു പിള്ളേരെ നഴ്സറി സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചിട്ട് ഒരൊറ്റ വചനം പോലും അവന്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയാത്ത വിധം ധനാസക്തി, മോഹാസക്തി അവന്റെ ഹൃദയത്തെ അടച്ചു വച്ചിരുന്നത് കൊണ്ട് അവന് ജീവനുള്ള ദൈവത്തെ കുറിച്ചോ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചോ, സ്നേഹത്തെ കുറിച്ചോ, ആ കരുണയെ കുറിച്ചോ അവന് ലേവലേശം പോലും ഗ്രഹിക്കാനോ ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ അവന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. യൂദാസ് ഒറ്റി കൊടുത്തതിനേക്കാളും മാരകമായ പാവമാണ് പത്രോസ് ചെയ്തത്. അല്ലേ? അല്ലേ? വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഒരു അടിച്ചുവാരി സ്ത്രീ, അല്ലേ? എന്നാലും അടിച്ചു വാരുന്ന സ്ത്രീ, സീപ്പർ, അല്ലേ? ആ സ്ത്രീയുടെ മുമ്പിൽ ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം തള്ളി പറഞ്ഞപ്പോ അന്നത്തെ ശിശു സമൂഹത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ തലയാൻ തല്ലി പിടിച്ചേനെ. ഒരു പ്രാവശ്യമാണെങ്കിൽ ഓക്കെ, പോട്ടെ, ബലഹീന 2 പ്രാവശ്യം ഓക്കെ. 3ാമത്തെ പ്രാവശ്യവും സത്യമായി ഞാൻ അവനെ അറിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. നീ അറിയില്ല, അവന്റെ കൈക്ക് പിടിച്ചിട്ട് ചിറ്റിക്കലും ചിരിച്ചിട്ട് പോടാ പോടാ പോടാ, ഇനി നിനക്ക് ഇതിനോടുകൂടെ പങ്കില്ല. പക്ഷേ പത്രോസിന്റെ ഹൃദയത്തിൽ തമ്പുരാൻ പഠിപ്പിച്ച വചനം, തമ്പുരാൻ കാണിച്ചു കൊടുത്ത സംഭവങ്ങൾ, കാണിച്ച് പഠിപ്പിച്ച സംഭവങ്ങൾ, അത് ഹൃദയത്തിൽ അവൻ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു, ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് അനുദപിക്കാൻ പറ്റി. മാനസാന്തരത്തോടെ അവന് തിരിച്ചു വരാൻ പറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വചനം ഹൃദയത്തിലുള്ളവനാണ് യഥാർത്ഥത്തിൽ ശിഷ്യൻ എന്ന് പറയുന്നത്. വചനം ഹൃദയത്തിലുള്ളവനാണ്. അല്ലാണ്ട് മൊത്തം നല്ല ഷർട്ട് വിട്ട് ഉടുപ്പിട്ട് തൊപ്പിയും വെച്ച് വടിയും പിടിച്ച്, വചനം ഹൃദയത്തിലുള്ളവൻ യഥാർത്ഥ ശിഷ്യൻ. അവൻ വീണാലും അവൻ കയറെടുക്കാൻ പോകുന്നില്ലെന്നേ. അവൻ എലിവേഷൻ അന്വേഷിച്ച് പോണില്ല, കയറെടുക്കാൻ പോകുന്നില്ല. അവൻ വീണാലും എണീക്കും. കാരണം എന്താ? അവന്റെ ചങ്കിനകത്ത് മാറ്റമില്ലാത്ത തമ്പുരാന്റെ വചനം ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ എനിക്കൊരു ദൈവഭക്തനാകണോ അതോ എനിക്കൊരു ശിഷ്യനാകണോ? ശിഷ്യനായാ മതിയെങ്കിൽ എന്ത് വേണം? ചങ്കിനകത്ത് വചനം വേണം. ചങ്കിനകത്ത് വചനം വേണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം ചങ്കിനകത്ത് വേണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? വചനം കേൾക്കാനും വായിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും കിട്ടുന്ന സമയം അത് മാക്സിമം പ്രയോജനപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്ത് ഏറ്റവും കുറഞ്ഞ അരമണിക്കൂറെങ്കിലും വചനം, എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു 3-4 മണിക്കൂറൊക്കെ
ഇങ്ങനെ മൊബൈല് ഓക്കെ, അതിലേക്ക് പോകുന്നില്ല, അതിന് കുഴപ്പമില്ല. 10-15 മിനിറ്റ്. ഇതാണ് ഇവിടെയാണ് പ്രശ്നം നമ്മുടെ. എന്തുകൊണ്ടാണെന്നറിയുമോ? നീ ഒരു ഭക്തൻ മാത്രമാണ്, നീ ശിഷ്യനായിട്ടില്ല. നീ ശിഷ്യനായാൽ അരമണിക്കൂറിലധികം 1 മണിക്കൂർ വചനം വായിക്കും. കാരണം നീ കുറെ ദിവസങ്ങളായിട്ട് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഭക്തനായ പോരാ, ശിഷ്യനാകണം. കുട്ടുമേലെഴുന്നതും മെഴുകുതിരി കത്തിക്കുന്നതും എണ്ണ ഒഴിക്കുന്നതും നൊവേന ചെല്ലുന്നതും ചൊല്ലിക്കുന്നതും ഒക്കെ ഒരു വശത്ത് നല്ലതാണ്. നിന്റെ ഉള്ളിൽ വചനമുണ്ടെങ്കിൽ, നിന്റെ ഉള്ളിൽ വചനമില്ലാതെ നീ 5000 രൂപ മുടക്കി നൊവേന ചെല്ലിച്ചാലും നിന്റെ ഉള്ളിൽ വചനമില്ലെങ്കിൽ നീ 50 ജപമാല ചൊല്ലിക്കൂട്ടിയാലും ദിവസത്തിൽ 2 പ്രാവശ്യം നീ ബലിയർപ്പിച്ചാലും നിന്റെ ഉള്ളിൽ ചങ്കിനകത്ത് വചനമില്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ വിടിവിക്കുന്ന, നമ്മളെ സുഖപ്പെടുത്തുന്ന ഒരേ ഒരു വഴി ഇത് മാത്രമേ ഉള്ളൂ. ഈ വചനത്തിന്റെ അഭിഷേക ശക്തി. 50 വർഷം ധ്യാന ഗുരുവായിട്ടിരുന്നു വന്ന് തലേ കൈവച്ചാലൊന്നും നിന്റെ ഉള്ളിൽ വചനമില്ലെങ്കിൽ, നീ വചനത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവിടെ ഒരു മണ്ണാങ്കട്ടെ നടക്കത്തില്ല, നടക്കത്തില്ല, നടക്കത്തില്ല. എന്ത് ചെയ്യണം? നീ വചനം വായിക്കാൻ തുടങ്ങണം. ഈ പുസ്തകം ഇത് ഷെൽഫിനകത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല, വെച്ച് പൂജിക്കാനുള്ളതല്ല. പൂവൊക്കെ പറിച്ചു വെച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ വെക്കാനുള്ളതല്ല. പല വീടുകളിലും കാണുന്നുണ്ട്, ഇങ്ങനെ മലത്തി വെച്ചിട്ട് സ്റ്റാൻഡിൽ വെക്കും, അവരൊരു മെഴുകുതിരി കത്തിച്ച് ഇങ്ങനെ വെച്ച് കണ്ടു വേടി റോസാപ്പൂവും പറിച്ചു വെച്ചേക്കും. അതിനകത്ത് ഒരു വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല, കഴിയുന്നില്ല. ബാക്കി ഒന്നും ചെയ്യും. 2 മണിക്കൂർ ടിവിയുടെ മുമ്പിൽ ഇരിക്കാം, 3 മണിക്കൂർ മൊബൈലിൽ തോണ്ടി കളിച്ചുകൊണ്ടിരിക്കാം, സകല പരിപാടിയും ചെയ്യാം. 10 മിനിറ്റ് 15 മിനിറ്റ് ഈ സാധനം കയ്യിലെടുത്ത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം, ദൈവം തന്നെയായ വചനം, അതെന്റെ സ്വന്തമാക്കി മാറ്റാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വെറും ഭക്തരായി തന്നെ ജീവിച്ച് മരിച്ച് എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോകും? അവിടെ ചെല്ലുമ്പോ പറയും, അവിടെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. വചനം പറഞ്ഞിട്ടാണ് ഇന്റർവ്യൂ എടുത്തത് കേട്ടോ. വചനം പറഞ്ഞ് ഇന്റർവ്യൂ ഉണ്ട്. അയ്യോ, അങ്ങനെ ഒരു വചനം ഞാൻ കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു വചനം ഉണ്ടോ ഇതിനകത്ത്? ഉണ്ട് മോനെ, ഉണ്ട്. 35,500 സംതിങ് വചനം ഇതിനകത്തുണ്ട്. മോൻ പോയി ശാന്തമായിട്ട് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഒന്ന് വായിച്ചിട്ട് വാ. അയ്യോ, ഞാൻ ഇവിടെ ഇരുന്ന് വായിച്ചോട്ടെ, പോരാ, കുറച്ചപ്പുറേ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി നീ വായിച്ച് ഈ വചനം എവിടെ കിടക്കണെന്നൊക്കെ തപ്പിപ്പിടിച്ച് എന്റെ റെഫറൻസ് ഒക്കെ ഒന്ന് എഴുതിയെടുത്തിട്ട് നീ വായോ, ഞാൻ നിന്നെ എൻട്രി ചെയ്യാം. മക്കളെ, ഭക്തി നല്ലത്, പക്ഷേ നീ അവന്റെ ശിഷ്യത്വം സ്വീകരിക്കുക. അത് സ്വീകരിക്കാനുള്ള ഏക മാർഗമാണ് ഇപ്പൊ പറഞ്ഞു, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കണം, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കണം. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. എത്രയോ മക്കളല്ലേ
ഈ കൂട്ടായ്മ തുടങ്ങുമ്പോ ഒരു വചനം പോലും ജോസേട്ടൻ വൈകാട്ടോട് പറയുന്നു. ഒരു വചനം പോലും, ഒരു വചനം പോലും. ഇന്ന് എത്ര വചനം ജോസേട്ടൻ പറയും? ഇതാരാ പഠിപ്പിച്ചേ? ഇതാരാ പഠിപ്പിച്ചേ? ആരാ പഠിപ്പിച്ചേ? ഒരു ക്രൂവൽ മൈൻഡായിരുന്നു ആദ്യം. ഒരു മനുഷ്യനൊക്കെ അടുക്കില്ലായിരുന്നില്ല. ഞാൻ അനുഭവപ്പെട്ടുകൊണ്ട് ഈ ചേച്ചി ഇത്ര നാൾ എങ്ങനെ ഇതിന്റെ കൂടെ അപ്പാരോട് കഴിഞ്ഞോടിയെന്ന് അന്വേഷണം കിട്ടി. ഇപ്പൊ എങ്ങനെയായി? വചനം വരുത്തിയ മാറ്റം, വചനം വരുത്തിയ മാറ്റം. നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ അത്ഭുതങ്ങള്. പിന്നെ എന്തിനാ ഓടുന്നത്? ഇത്രയും പ്രായമായ മനുഷ്യന് ഇത്രയേറെ വചനങ്ങൾ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? ആഗ്രഹം വേണം, മനസ്സ് വയ്ക്കണം, പ്രാർത്ഥിക്കണം. ആരോട് പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. നിന്നോടായി പറഞ്ഞോ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. അയ്യോ, എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, ഞാൻ അതിനും പറയത്തില്ല, ഞാൻ പഠിക്കത്തില്ല, എന്നെ കൊണ്ട് കൊള്ളത്തില്ല. ജീവിതാവസാനം വരെ അങ്ങനെ ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷകളെ ഏൽപ്പിക്കാൻ പോകും ഓരോരുത്തരെ. ശുശ്രൂഷകള് ഇതുപോലെ അവിടെ നിന്നിട്ട് അഭ്യാസം നടക്കണ്ട. ദൈവവചനം പഠിച്ച് ദൈവവചനം പ്രൊക്ലെയിം ചെയ്യാൻ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്ന മക്കളാ ഈ കൂട്ടായ്മ. ഓരോ മക്കളും അതിന് ദിവസവും പോയി ഒരു ബലിയർപ്പിച്ച് കേവലം നിന്റെ ഭക്തികൃത്യങ്ങളെല്ലാം തീർന്ന് അവസാനിച്ചു, കാര്യങ്ങൾ അവസാനിച്ചു. ഇതെല്ലാം വർഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രഘോഷിക്കണം. ഇത് പ്രഘോഷിച്ച് മറ്റുള്ളവരോട് പറയണം, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങള് ഇതിനൊന്ന് സ്നേഹിക്ക്. എന്തുകൊണ്ടാ വായിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാ തുറക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാ തുറക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാ തുറക്കാൻ പറ്റാത്തത്? സ്നേഹിക്കുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല. വെറുപ്പുള്ള ഒരു വ്യക്തിയെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുമോ? പറ്റുമോ? ചവിട്ടി പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വിശുദ്ധ ബലിയുടെ ഇടയ്ക്ക് ഒരാള് അത് കയ്യിലേക്കാണ് വേണ്ടില്ല, പള്ളിയുടെ അകത്തേക്ക്. എന്റെ കാലേന്ന് പോലെ ഒരു തരിപ്പ് കയറി. പെട്ടെന്ന് കൺട്രോൾ എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് ഇത്ര കൺട്രോൾ ഉണ്ടോ? എന്റെ മേത്തേക്ക് വരെ തെറിച്ചു. ഒരു ഭക്തനാണ്, പക്ഷേ ശിഷ്യനായിട്ടില്ല. ശിഷ്യനായിട്ടുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ വചനമുണ്ടാവും, അവനൊരു വിറയിലുണ്ടാവും. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന്റെ ഇടയ്ക്ക് അവൻ മൂക്ക് ചീറ്റു. സാധാരണ അല്പമെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഒരു തുമ്മൽ വരികയാണെങ്കിൽ ഇനിയിപ്പോ തുമ്മി പിടിച്ച് പൊത്തി പിടിച്ച് തുമ്മും, അല്ലെങ്കിൽ പുറത്തേക്ക് പോകും. തൊട്ടടുത്താണ് വാതില്, പുറത്തേക്ക് പോകും. മറ്റുള്ളവരൊക്കെ എങ്ങനെയാ? നമ്മുടെ റീസണിനൊക്കെ ഇല്ലേ, ഒരു ചുമ വരുന്ന ആള് പെട്ടെന്ന് പുറത്ത് പോയി ചുമച്ച് ഭാഷയിട്ട് വരിക. എന്ത് ഭക്തൻ, എന്ത് ശിഷ്യ, എന്ത് ബലിയർപ്പണം! വെറും ഒരു ഭക്തന്റെ കാര്യം പറയുന്നേ. ശിഷ്യത്വം സ്വീകരിച്ചിട്ടില്ല, വചനം ഉള്ളിലില്ല, ശിഷ്യനായിട്ടില്ല. അതാണ്
അങ്ങനെ സംഭവിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ ദിവസവും ബലിയർപ്പിക്കാൻ വരുന്ന വ്യക്തിയാണ് ശിഷ്യനായി കൊള്ളുന്നില്ല. മക്കളെ, ഈ മാറ്റമില്ലാത്ത തമ്പുരാന്റെ വചനം നമ്മുടെ ചങ്കിനകത്ത് നമ്മള് ആലേഖനം ചെയ്തിടണം. സുവിശേഷം, വചനം നിനക്ക് എന്താണ്? അവസാനിപ്പിക്കാം. പാദങ്ങൾക്ക് പാതയിൽ ദൈവത്തിന്റെ വചനം, പാദങ്ങൾക്ക് പാതയിൽ പ്രകാശവുമാണ്. 119 സങ്കീർത്തനം 105 തിരുവചനം. കണ്ടോ, മാറ്റമില്ലാത്ത തമ്പുരാന്റെ വചനം നിന്റെ ചങ്കിനകത്തുണ്ടെങ്കിൽ നീ നടക്കുന്ന വഴികളിൽ നിനക്ക് പ്രകാശമായി ആ വചനം നിന്നെ വഴി നടത്തും. നീ കുഴി ചാടത്തില്ല എന്നതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ഇനി ഇത് പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമാണ്. ഹല്ലേലൂയ. റോമാലേഖനം 10-ാം അധ്യായം 15-ാം തിരുവചനം. റോമ 10:15. ഇത് പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനിപ്പിക്കാം. ചിലർക്കൊക്കെ ചിലർ അമർഷവും ചിലർ വേദനയും ഒക്കെ തോന്നുന്നുണ്ട്. സാരമില്ല, അത് പിന്നീട് ഉപരി നന്മയ്ക്കായിട്ട് കർത്താവ് മാറ്റിക്കൊള്ളും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുതലവാ എടുക്കുക. ഒരിടത്തും നീ പതറത്തില്ല. പിന്നെ അതാ തലയ്ക്ക് മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന എഫേസ്യർ 6:17. രക്ഷയുടെ പടത്തൊപ്പിയണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. വചനമാകുന്ന വാൾ അത് എന്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് എടുക്കും? ശത്രു ആഞ്ഞു വെട്ടാൻ വരികയാണ്, തകർക്കാൻ വരികയാണ്. എന്റെ കയ്യിൽ വാളില്ല, വചനമില്ല. പ്രതികരിക്കാൻ എനിക്ക് പറ്റുമോ? അപ്പോഴാണ് ബിബോസികൾ അന്വേഷിക്കാൻ വേണ്ടി പോയിട്ട്. അപ്പോഴത്തേനും വെട്ടാവൻ വെട്ടി വീഴ്ത്തി തകർത്ത് തരിപ്പണാക്കി അവൻ കടന്നു പോകും. പൊന്നുമക്കളെ, അതുകൊണ്ട് ഇന്നു മുതൽ തീരുമാനമെടുക്കണം. ഒരു വചനമെങ്കിലും ഞാൻ പഠിക്കാൻ ശ്രമിക്കും. ഒരു കാര്യം ഉറപ്പിച്ചോളാം കേട്ടോ, ഇത് വായിക്കാൻ എടുക്കുമ്പോ നമുക്ക് ഉറക്കം വരികയോ പെട്ടെന്ന് മന്ദീഭവിച്ച അവസ്ഥയിലേക്ക് പോവുകയോ ഇതടച്ചു വെച്ച് എണീറ്റ് പോകണം എന്ന് നീ ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം. എന്തോർക്കണം? നീ എന്താ അതിന്റെ അടയാളം എന്താ? അങ്ങനെ ഒരു സംഭവം നമ്മിലേക്ക് വരുമ്പോ വചനം പഠിക്കാൻ നീ എടുത്ത നിന്റെ തീരുമാനത്തെ സ്വർഗം മാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഓപ്പോസിറ്റ് ശക്തി ഉണരും. ഇത് തുറക്കുമ്പോഴത്തേനും നിന്റെ കണ്ണുകളിലേക്ക് എന്തുകൊണ്ട് വരും?
ഉറക്കം കൊണ്ടുവരും. ഒരിക്കലും ഉറങ്ങാത്തവൻ ബൈബിൾ തുറന്ന് ഒരധ്യായം വായിച്ചാൽ മതി, അവൻ ഉറങ്ങിക്കൊള്ളും, അവനെ ഉറക്കിക്കൊള്ളും. നീ ഓർത്തുകൊള്ളണം, നമ്മുടെ തീരുമാനത്തെ സ്വർഗം അംഗീകരിച്ചത് കൊണ്ടാ മറ്റവൻ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. യെസ്, ചടി എണീക്കാം, 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 എണീക്കാം. നമ്മള് കേട്ട വചനത്തിന്റെ പശ്ചാത്തലത്തിൽ തീരുമാനമെടുക്കുന്നു. മക്കളെ, ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ എല്ലാ വെള്ളിയാഴ്ചയും വന്ന് കൂടി കൈയടിച്ചു, പാട്ടുപാടി, ആരാധിച്ചു, ഇങ്ങനെ ഓരോ ആഴ്ചകളിലും തമ്പുരാന്റെ വചനം നമ്മൾ കേൾക്കുന്നു, മനസ്സിനൊക്കെ നല്ല സുഖം കിട്ടുന്നു, ഒരു ആത്മീയ ഉണർവ്, സന്തോഷം കിട്ടുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു, നഷ്ടപ്പെടുന്നു, വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും വരുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, റൊട്ടീൻ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഇതിൽ നിന്ന് ഇതിനപ്പുറത്തേക്ക് കടക്കണം. അത് തമ്പുരാന്റെ വചനം ആഴമായി ഗ്രഹിക്കാൻ തക്കവണ്ണം നമ്മുടെ ആത്മാവ് ഉണരണം. വചനത്തെ ഏറ്റെടുക്കാൻ, സ്വീകരിക്കാൻ ആത്മാവ് ഉണർന്ന് പ്രവർത്തിക്കണം. ആത്മാവിനെ ഉണർത്തണം. എന്നിട്ട് വേണം വചനം വായിക്കാൻ. അമ്മയ്ക്ക് സമർപ്പിക്കണം, സഹായം ഉണ്ടാവും. നമ്മുടെ പേരിന് കാരണമായ വിശുദ്ധനെ ഓർക്കണം, സഹായം വരും, തീർച്ചയായിട്ടും സഹായം വരും. കഴിഞ്ഞ കാലങ്ങളിൽ വചനത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവരെ ഓർക്കണം, സഹായം വരും. വചനം പഠിക്കാൻ സഹായം വരും. എന്നിട്ട് ആത്മാർത്ഥതയോടെ നമ്മൾ ഇന്ന് വായിക്കണം, പഠിക്കണം. ഓരോ വചനവും നിരവധി തവണ വായിച്ച് വായിച്ച് ആ വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം. അതിലടങ്ങിയിരിക്കുന്ന ദൈവിക ജീവനെ പുറത്തെടുക്കണം. ആ ജീവനിൽ നമ്മൾ ആനന്ദിക്കണം, അതിനെ സ്വീകരിക്കണം. ആ ആനന്ദ തിമർപ്പിലായിരിക്കണം നമ്മുടെ ആത്മീയ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഇതിനുള്ളിൽ മാത്രം കിട്ടുന്ന സംഭവം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോകും. പോകാതിരിക്കണമെങ്കിൽ ഈ വചനത്തിന്റെ അഭിഷേക ശക്തി നമ്മിൽ നിറഞ്ഞു നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ, പരിശുദ്ധ അമ്മ സഹായിക്കട്ടെ. പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം, തീരുമാനങ്ങൾ എടുക്കാം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് കരങ്ങൾ ഉയർത്തി ഇരു കരങ്ങൾ നന്നായിട്ട് ഉയർത്താം. സ്വർഗത്തിലേക്ക് ഇരു കരങ്ങൾ ഉയർത്താം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊന്ന് ചേർന്ന് ആവർത്തിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.